എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 37, 38, 39, 40. 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ബലഭദ്രസ്വാമി വിചാരിക്കണു ഇത് ആരോ ഒരു മായ പ്രയോഗിച്ചിട്ടുണ്ടാവും. ഗോപന്മാർക്ക് അവരുടെ സ്വന്തം പുത്രന്മാരിൽ ശ്രീകൃഷ്ണൻ എന്ന പോലെ ഇങ്ങനെ അപൂർവമായിട്ടുള്ള അഭൗമമായിട്ടുള്ള പ്രേമത്തെ വർദ്ധിപ്പിക്കുന്ന ഈ മായ ഇത് എന്തുമാതിരി ഉള്ളതാണ്, ഇത് എവിടുന്നാ വന്നത്, ആരായിരിക്കും ഈ മായ സൃഷ്ടിച്ചത് എന്നൊക്കെ ബലരാമസ്വാമി ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിന്തിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 37. കേയം വാകുത ആയാത ദൈവീ വാ നാര്യുതാസുരി പ്രായോ മായാസ്തു മേ ഭർത്തു നാന്യോ മേ വിമോഹിനി. ബലഭദ്രസ്വാമി വിചാരിക്കണു എന്താ ഇതിന്റെ ഒരു കാരണം, ആരാ ഈ മായ പ്രയോഗിച്ചത്? ഗോപന്മാർക്ക് അവരുടെ കുട്ടികളില് ആ ശ്രീകൃഷ്ണനിലുള്ള പോലെയുള്ള അതിശയമായിരിക്കുന്ന പ്രേമത്തെ വർദ്ധിപ്പിക്കുന്ന ഈ മായ, ഇത് എന്തുമാതിരി ഒരു മായ, ഇത് എവിടുന്നാ വന്നത്, ആരായിരിക്കും ഈ മായ സൃഷ്ടിച്ചത്? ശ്രീകൃഷ്ണന് എന്ന പോലെ സ്വന്തം മക്കളിലും പ്രേമം ഉണ്ടാവട്ടെ എന്ന് ആ ഗോപന്മാര് ഉപാസിക്കുന്ന ഇഷ്ടദേവതകള് അവരുടെ അന്ധകരണത്തിൽ കടത്തിവിട്ടതാണോ ഈ മായ? അല്ല എന്ന് ആദ്യം വിചാരിക്കണു, പിന്നെ വിചാരിക്കണു അല്ല. സർവദേവതാനാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ അവര് വിചാരിക്കില്ലാവില്ല. അല്ലെങ്കിൽ മന്ത്രദ്രഷ്ടാക്കളായിരിക്കുന്ന വല്ല മുനിമാരും അവരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ചതായിരിക്കും ഈ മായ? അതും ആവില്ല. ശ്രീകൃഷ്ണനിലെ ഒരു അവജ്ഞാഭാവം അവർക്ക് ഉണ്ടാവാൻ വഴിയില്ല മുനിമാർക്ക്. ശ്രീകൃഷ്ണനിൽ ഗോപന്മാർക്കുണ്ടായ ആ സ്നേഹത്തെ അവരവരുടെ കുട്ടികളിൽ ജനിപ്പിച്ച് ശ്രീകൃഷ്ണനിലുള്ള സ്നേഹാധിക്യം ഇല്ലായ്മ ചെയ്ത് ശ്രീകൃഷ്ണ മഹിമ കുറയ്ക്കാൻ വേണ്ടി ഈ കംസൻ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അല്ല അസുരന്മാര്? അവരുടെ ആ അസുരന്മാരാണോ ഈ മായ പ്രയോഗിച്ചിരിക്കുന്നത്? അങ്ങനെയും വിചാരിക്കണ്ട ബലഭദ്രസ്വാമി. പിന്നെ വിചാരിച്ചു അതൊന്നും ആവില്ല, പൂതനെയൊക്കെ കൊന്ന് ഇവര് ചെയ്യുന്ന ഈ മായൊന്നും പ്രവേശിക്കില്ല, ഭഗവാനിലെ അതൊന്നും ഫലിക്കില്ല. അങ്ങനെ അവരൊക്കെ ചെയ്താലും എന്നെ മോഹിപ്പിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. അപ്പോ എന്റെ സ്വാമിയായിരിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെ മായ തന്നെ ആയിരിക്കും ഇത്. എന്റെ സ്വാമിയായിട്ടുള്ള ആ മഹാപ്രഭു തന്നെ ഈ മായ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് സംശയമൊന്നുമില്ല എന്ന് അപ്പൊ ബലഭദ്രസ്വാമി ഉറപ്പിക്കുകയാണ്. ശേഷനാണല്ലോ ബലഭദ്രസ്വാമിയായിട്ട് വന്നിരിക്കുന്നത്, അനന്തൻ. അപ്പൊ അനന്തനായിട്ടുള്ള അദ്ദേഹമാണ് വിചാരിക്കണത് ഇത്. ബലരാമസ്വാമി ഇപ്പൊ ജ്യേഷ്ഠനാണെങ്കിലും ആദിശേഷനാണ്, ആദിശേഷന്റെ അംശമാണ്. ശേഷശായി ആയിരിക്കുന്ന മഹാവിഷ്ണു ശേഷന്റെ സ്വാമിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ഇഷ്ടദാസനായിരിക്കുന്ന തന്നെ മോഹിപ്പിക്കാൻ ആ മഹാപ്രഭുവിന് മാത്രല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് ഇത് ഭഗവാന്റെ മായ തന്നെയായിരിക്കും, ശ്രീകൃഷ്ണ ഭഗവാന്റെ മായ തന്നെയായിരിക്കും എന്നങ്ങോട്ട് ഉറപ്പിച്ചു. ഇതി സഞ്ചിന്യ ദാശാർഹോ വത്സാൻ സവയസാനപി സർവാനാജഷ്ടവൈകുണ്ഠം ചക്ഷുഷാ വയുനേന സ. അങ്ങനെ അശേഷ ഭഗവാൻ തന്റെ അന്ധക്കരണത്തിന്റെ ആ ചാഞ്ചല്യം നിലച്ചു. ഇത് ഭഗവാന്റെ മായ തന്നെയാണെന്നാണ്ട് ഉറപ്പിച്ച് അങ്ങോട്ട് നോക്കി. അപ്പൊ പിന്നെ ആ ഗോപന്മാരെയും പശുക്കുട്ടികളെയും എല്ലാവരും അങ്ങോട്ട് ജ്ഞാനമയമായിരിക്കുന്ന കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ലേ, എല്ലാം സർവം കൃഷ്ണമയം ആയിട്ട് അങ്ങോട്ട് കണ്ടു. ഇതെല്ലാം ആയിരിക്കുന്നത് തന്റെ സ്വാമിയായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് ബലരാമസ്വാമി ശരിക്കും അങ്ങോട്ട് കണ്ടു. അപ്പൊ ഈശ്വരഭക്തി ഉറയ്ക്കുമ്പോ ആ പരമഭക്തനായിരിക്കുന്ന ഒരാളുടെ അന്ധകരണം ആ ഭ്രമത്തിൽ നിന്നൊക്കെ നിർമുക്തമാവും. അപ്പോ സർവവും ആത്മസ്വരൂപമായിട്ട് കാണും ചെയ്യും. അതാണ് അതിന്റെ അർത്ഥം. ബലരാമസ്വാമിക്ക് ഉണ്ടായ ആ സ്വാമി ഭക്തി എല്ലാവരുടെ ഹൃദയത്തിലും ഉറക്കുകയാണെങ്കിൽ മാത്രമേ ആ പരമാർത്ഥ ജ്ഞാന ആനന്ദം
അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തില് സൂചിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. നൈതേ സുരേശാർഷയോ ന ചൈതേ ത്വമേവ ഭാസീശഭിദാശ്രയേഭി സർവം പൃഥക് ത്വം നിഗമാൽ കഥം വദേത്യുക്തേന വൃത്തം പ്രഭുണാ ബലോ വൈ. എല്ലാം കൃഷ്ണനാണെന്ന് ആദ്യം സാമാന്യമായിട്ട് അറിഞ്ഞു. പിന്നെ ശ്രീകൃഷ്ണന്റെ ഉപദേശം കൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു കഥകളൊക്കെ. അടുത്ത ഈ ശ്ലോകത്തിൽ പറയുന്നു, ഈ ഗോവത്സങ്ങളെയൊക്കെ പരിപാലിക്കുന്നവര് ദേവാംശന്മാരെന്നും ഗോവത്സങ്ങള് ഋഷികളുടെ അംശങ്ങളാണെന്നും ഞാൻ ആദ്യം അറിഞ്ഞിരുന്നു എന്ന് ബലസ്വാമി വിശ്വസിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിക്കാൻ പോകുമ്പോ നിങ്ങള് ഋഷികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒക്കെ പശുക്കളായിട്ടും ഗോപന്മാരായിട്ടും വന്ന് അവിടെ ജനിച്ചോളൂ, ഞാൻ അവിടെ അമ്പാടിയിൽ ജനിക്കാൻ പോവാണെന്ന് ഭഗവാൻ അവരോടൊക്കെ മുനിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബലരാമസ്വാമി പറയാ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാന്ന് സ്പഷ്ടായി. പാലിക്കപ്പെടുന്നവരെന്നും പാലിക്കുന്നവരും എന്നുമുള്ള ഭേദം ഇരിക്കുന്നു എന്നുള്ള ആ ഭാവനയും തീരെ തെറ്റാണ്. അതും ബോധ്യായി. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിലും അഭേദേന വസിക്കുന്നു. ഹേ ഈശ്വര, കാണപ്പെടുന്നതൊക്കെ അങ്ങായിട്ട് പ്രകാശിക്കണു. ഇതിന്റെ പരമാർത്ഥം എന്താണെന്ന് വേർതിരിച്ച് സംക്ഷേപിച്ച് അരുളി ചെയ്യണേ എന്ന് ബലഭദ്രസ്വാമി ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോ ഭഗവാൻ അതാ ബ്രഹ്മാവിന്റെ പ്രവൃത്തി മുതൽക്ക് ഇതുവരെയുള്ള സകല വൃത്താന്തവും പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് ബലരാമസ്വാമി എന്റെ കാര്യങ്ങൾ മുഴുവനും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. ഇതുവരെ ബലരാമനും അറിയാതിരുന്നു. അപ്പോ എന്റെ ജ്യേഷ്ഠഭാവേന എന്നെ സഹായിക്കുന്ന ബലരാമൻ എന്റെ തത്വം അറിയണം എന്നുള്ള കാരുണ്യ നിമിത്തം ഭഗവാൻ തന്നെ ബലദേവനെ ഉപദേശിച്ചു കൊടുത്തു, സൂക്ഷ്മമായിട്ട് അറിയുകയും ചെയ്തു. അപ്പൊ അന്ധക്കരണ നൈർമല്യം നിമിത്തം വസ്തുതത്വം സാമാന്യമായിട്ട് അറിയും. എങ്കിലും സദ്ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പരമാർത്ഥ ജ്ഞാന ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അപ്പൊ അന്ധകരണം ശുദ്ധമാകുമ്പോൾ സർവേശ്വരൻ തന്നെ ഗുരുവായിട്ട് വന്നിട്ട് ആ ഗുരുസ്വരൂപനായിട്ട് കാണും, വന്ന് ഉപദേശങ്ങൾ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ഞാൻ ആനന്ദം അനുഭവിപ്പിച്ചു കൊടുക്കും. അതാണ് അതിന്റെ സാരം. താവദേത്യാൽപൂരാത്മമാനേന തൃട്യനേഹസ പുരോവദബ്ദം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. ഇനി ബ്രഹ്മാവിന് ഉണ്ടായിട്ടുള്ള ആ മായാമോഹം പറയണം. ഇപ്പോ 1 കൊല്ലം തികഞ്ഞിരിക്കണം. ബ്രഹ്മാവ് വിചാരിക്കുക, ഇനി 1 കൊല്ലം തികഞ്ഞു, എന്താ നോക്കാലോ ശ്രീകൃഷ്ണ ഭഗവാൻ. എങ്കിലും ആ ബ്രഹ്മാവിന്റെ സമയത്തോത് പ്രകാരം ബ്രഹ്മാവിന്റെ ഇത് അങ്ങനെയാണ്, ഒരു ത്രുടി അത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബ്രഹ്മാവിന്റെ അവിടുത്തെ സമയം അങ്ങനെയാണ്. ഒരു ത്രുടി കഴിയുമ്പോൾ ഇവിടെ 1 കൊല്ലം കഴിയും. അപ്പോഴേക്കും ബ്രഹ്മാവ് വന്ന് നോക്കി, എന്താ ഇപ്പൊ ചെയ്യണേന്ന് അറിയാലോ. അയ്യോ, പറിച്ചു വെച്ച ഗോക്കളും ഗോപന്മാരും ഒക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എന്താ ഈ കൃഷ്ണൻ ചെയ്യണത് നോക്കിയപ്പോഴെന്താ വത്സങ്ങളും വത്സപാലന്മാരും എന്ന് വേണ്ട സകല സാധനങ്ങളുടെയും സ്വരൂപങ്ങൾ സ്വീകരിച്ച് മുമ്പത്തെ പോലെ തന്നെ അവരോട് ചേർന്ന് വിഹരിക്കുന്ന ഭഗവാനെ ബ്രഹ്മാവ് അങ്ങോട്ട് കണ്ടു അത്ഭുതപ്പെട്ടു എന്നാണ്. ഈ ബ്രഹ്മാവിന്റെ അത്ഭുതങ്ങളും ഒക്കെയാണ് അടുത്ത ശ്ലോകങ്ങൾ വിവരിക്കുന്നത്. ആ ബ്രഹ്മമോഹനം അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.